എന്റെ കുഞ്ഞുമീനെ മക്കളൊന്ന് പിടിച്ചേ സാധനം ഇറക്കിക്കിട്ടെ വാ. ഓ ഇതിനെ കൊണ്ടൊന്ന് ചുമന്ന് എടുത്തോണ്ടിരാൻ ഞാൻ പാടെ എന്റെ പൊന്നോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 കിലോ വരുന്നത് നമ്മുടെ ഈ ഒരു ട്യൂണ ഫിഷിനെ നമ്മൾ ഇന്ന് അരിഞ്ഞ് നേരെ എന്താ പറയാ അലുവ കഷ്ണം പോലെ ചെത്തി നേരെ വറുത്തും ചുട്ടൊക്കെ എടുക്കാൻ പോവാണ്. അപ്പൊ പണി കൊടുക്കാല്ലേ. മീനില് മുട്ടയുണ്ട് കേട്ടാ, കണ്ടാ നല്ല വലിയ പലിങ്ങനാണിത്. നമുക്ക് കിട്ടിയ ട്യൂണയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ മീനാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 മീനാണ് കേട്ടോ. ഇതൊരു നേരത്തെ ഫുഡായിട്ട് കഴിച്ചേക്കുന്നത്. രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ കേട്ടാ. മീനിൻ്റെ തല നമ്മളങ്ങോട്ട് എടുത്തുട്ടാ. ഇനി നമ്മുടെ മീറ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോവാട്ടാ. അടിപൊളി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ തുണ്ടന്തേ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഇറച്ചിയൊക്കെ നമ്മൾ ചെത്തിയെടുത്തു. ഇപ്പോൾ നമ്മുടെ മുള്ളിനോട് ചേർന്ന് കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ട്. ഇത് നമ്മളിത് ഇനി കറി വയ്ക്കാനായിട്ട് എടുക്കൂട്ടാ. അങ്ങനെ നമ്മുടെ തൊലി ചെത്തി മാറ്റിയപ്പോൾ കണ്ടാ ഇതുപോലെ ഇട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫില്ലറ്റുകൾ നേരെ നമ്മൾ ചെറിയ പീസാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മീനെ നമ്മളിത് കണ്ട ഒരു 1 ഇഞ്ച് വലുപ്പത്തിന് നേരെ കട്ട് ചെയ്ത് മാറ്റാം. ആഹാ, അങ്ങനെ നമ്മുടെ ട്യൂണ മീനെ നല്ല അലുവ കഷ്ണങ്ങൾ പോലെ നമ്മളിത് ചെത്തി സൂപ്പറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്ത് രസമായിട്ടാണ് മീറ്റ് ഇരിക്കണേന്ന്. അപ്പോൾ ഈ കുട്ടന്മാരിനെ നമുക്ക് നേരെ വറുത്തെടുക്കാനും ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. നമ്മുടെ ഉണക്ക വറ്റൽമുളക് കേട്ടോ. നമ്മുടെ മുളക് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ പൊടിക്കാനുള്ള പരിപാടി നോക്കാട്ടാ. നമ്മുടെ കുരുമുളകും മുളകും കൂടി നമുക്ക് റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാട്ടാ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ പൊടിച്ച് വെച്ച മസാല എടുത്ത് നേരെ നമ്മൾ കണ്ടാ നമ്മുടെ മീനിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെ തിരിച്ചിട്ട് അതിൻ്റെ മുകളിലും ഇതേ കണ്ട അടിപൊളിയായിട്ട് മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ കിടുക്കാച്ചി മസാല കയ്യൊക്കെ പുകഞ്ഞു തുടങ്ങിയിട്ടാ. നമ്മളിതേ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ മീൻ വറക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കാനുള്ള സാധനം നമ്മളെടുത്ത് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ആഹാ, ആയ് ഇങ്ങോട്ട് വാടാ. നോക്കിയേ എന്നാ എണ്ണ അങ്ങനെ വാന്നു തന്നെ ഉള്ളൂ. അങ്ങനെ മീൻ വറക്കലൊക്കെ കഴിഞ്ഞ് വെച്ചാൽ മതി. ഇനി ചോറിനുള്ള നേരമാണ്. അതിൻ്റെ നമ്മുടെ ബാക്കി മാംസമൊക്കെ നമ്മൾ വെച്ച് കറിയാക്കിയത്. ഇനി നമ്മുടെ വറുത്ത മീൻകുട്ടന്മാരെ നമ്മൾ എടുത്ത് അങ്ങോട്ട് നിരത്തേണ്ട. അതൊക്കെ നമുക്ക് ഇന്ന് കഴിച്ച് തീർക്കാനുള്ള ഐറ്റംസ് ആണ്. ആഹാ, നേരം വൈകി. ഇനി അറ്റാക്കാണ്. മുള്ളൊക്കെ ഉണ്ടാവട്ടെ, മാറ്റി കഴിക്കണേ. ഇല്ല മുള്ളു വെച്ച കറിയാണെങ്കിൽ നല്ല ടേസ്റ്റല്ലേ. മീൻ മറത്തോക്കെ സൂപ്പർ ഫ്രൈ. ഓക്കെ, അത് തന്നെ മതി. വേണ്ട, രക്ഷയില്ല.